നിങ്ങളുടെ കാലിൻ്റെ പുറകിൽ, കാലിൻ്റെ മുട്ടിൻ്റെ പുറകിൽ ഒന്ന് വിരലോടിച്ച് നോക്കി ഒരു തടിപ്പുണ്ടോ? ഒരു ബോൾ പോലെ, ഒരു ബലൂൺ ഉറപ്പിച്ച് വെച്ച പോലെ ഇരിക്കുന്നുണ്ടോ? ഇത്ര നാളും ശ്രദ്ധയപ്പെട്ടിട്ടില്ല, ഇപ്പം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ബേക്കേഴ്സ് സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരം സിസ്റ്റ് ആവാം. പേടിക്കൊന്നും വേണ്ട. അത് ആസിറ്റീസ് ഒരു അസുഖമല്ല, അത് വേറൊരു അസുഖത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. നമ്മൾ മുട്ടിൻ്റെ ജോയിൻറ്റിൻ്റെ ഗ്യാപ്പ് കുറയുക, അല്ലെങ്കിൽ തേയ്മാനം തുടങ്ങുക എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ വരുമ്പോൾ ജോയിൻറ്റുകൾ തമ്മിൽ അടുക്കും. ഇതിനുള്ളിൽ കുറേ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു സൈനോവിൽ ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്നത്. ഈ ഫ്ലൂയിഡിന് പിന്നെ ഒരിക്കലും പോണ്ടേ. അപ്പോൾ പിന്നെ ഗ്യാപ്പ് ഉള്ളത് പുറകിലാണ്. ഫ്രണ്ടിൽ സൈഡിലേക്കൊക്കെ വരും, കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ കയറും. പക്ഷേ ബാക്കിലേക്ക് അതൊരു പൗച്ച് പോലെ ഫോം ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഫ്ലൂയിഡ് വന്നറിയും. അപ്പോൾ ഇതൊരു പ്രൈമറി കണ്ടീഷൻ വേറെ ഉണ്ട്, അതിൻ്റെ ഒരു സെക്കൻഡറി മാനിഫെസ്റ്റേഷൻ മാത്രമാണ് ബേക്കേഴ്സ് സിസ്റ്റം. അപ്പോൾ പുറകിൽ നമ്മൾ ഈ ബോൾ കാണുമ്പോൾ അയ്യോ എന്തോ പ്രശ്നക്കാരനാണ്, പലരും തടിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്യാൻസർ ആണോ എന്നാണ് ആദ്യം ചിന്തിക്കുന്നതെന്ന് തെറ്റൊന്നുമില്ല, നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കണം. പക്ഷേ അങ്ങനെ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് തേയ്മാനം വന്നു തുടങ്ങുമ്പോൾ കാണുന്ന ഒരു ലക്ഷണം മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർലൈൻ കോസ് തേയ്മാനമാണ് എന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ കൺട്രോൾ ചെയ്ത് അതിന് വേണ്ട സ്ട്രെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സാധനം റിസോൾവ് ആവാറുണ്ട്. ഒരുപാട് നാൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ് മാറിപ്പോകാൻ. നമ്മളത് ആസ്പിറേറ്റ് ചെയ്യുമായിരുന്നു പണ്ട് കാലത്ത്, അതൊന്നും ചെയ്യാറില്ല. അല്ലാതെ തന്നെ ബാക്കി ട്രീറ്റ്മെൻറ്റുകൾ പ്രോപ്പർ ആകുമ്പോൾ ഇതിനൊക്കെ ആശ്വാസം വരും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, ബോൾ കാണുമ്പോൾ ഡോക്ടർ പക്ഷേ ഡെഫിനറ്റായിട്ടും കണ്ടോളും.